ഹായ് ഹലോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ 5-6 ദിവസം മുന്നേ നമ്മൾ ഗീവ് അവേയുമായി ബന്ധപ്പെട്ട് ഒരു ഷോർട്സ് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാവരും കണ്ടിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അതിൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ ഷോർട്സ് എനിക്ക് തോന്നുന്നു 1 മിനിറ്റ് പോലും ഇല്ലായിരുന്നു കേട്ടോ. ആ ഷോർട്സിൽ ഞാൻ ഗീവ് അവേക്ക് നിങ്ങൾക്ക് നൽകുന്ന ഗിഫ്റ്റ് എന്താണെന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട് ആ ഷോർട്സിൽ കമൻറ്റ് സെക്ഷനിൽ കമൻ്റ് ഇടുന്ന ഒരു ബെസ്റ്റ് കമൻറ്റർക്കായിരിക്കും ഗീവ് അവേ വിന്നറായിട്ട് സെലക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആ കമൻ്റ് ചെയ്യുന്ന വ്യക്തി നമ്മുടെ സബ്സ്ക്രൈബറും കൂടെ ആയിരിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഗീവ് അവേ വെച്ചത് തന്നെ നമ്മുടെ ഫാമിലി 1K ആയതിൻ്റെ ഒരു സന്തോഷത്തിലാണ് വെച്ചത്. കാരണം എൻ്റെ വീട്ടിൽ 4-5 അംഗങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതുകൊണ്ട് മാത്രം ഒരിക്കലും എൻ്റെ ഈ ഒരു ചാനൽ 1K ആവത്തില്ല. നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഇപ്പോഴും മുന്നോട്ട് പോകാൻ പറ്റുന്നത്. അപ്പം ചോദിക്കും യൂട്യൂബിൽ നിന്ന് എനിക്ക് വരുമാനം കിട്ടിയിട്ടുണ്ടോ? ഒരിക്കലില്ല, വരുമാനമൊന്നും കിട്ടില്ല. എൻ്റെ ഈ ഒരു സന്തോഷം കൊണ്ടും ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഗീവ് അവേ സംഘടിപ്പിച്ചത്. പക്ഷേ എനിക്ക് ഏറ്റവും സങ്കടമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആ ഷോർട്സ് ഇട്ടല്ലോ 1 മിനിറ്റ് പോലും ഇല്ലായിരുന്നു കേട്ടോ. ആ ഷോർട്സ് താണ്ട് ഇത്രയും ദിവസമായിട്ടും ആകെ കൂടെ കണ്ടിട്ടുള്ളത് 350 പേരാണ്. സത്യമാണ് കേട്ടോ, 350 വ്യൂവേഴ്സ് മാത്രമേ ഷോർട്സിന് കിട്ടിയിട്ടുള്ളൂ. അതുമാത്രമല്ല, ഞാൻ ഇത്രയും പറഞ്ഞിട്ട് പ്രൊസീജിയേഴ്സൊക്കെ പറഞ്ഞിട്ട് പോലും ആകെ കൂടെ അതിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ഇട്ടേക്കുന്നത് 15 പേരാണ്. 15 പേരാണ് കമൻറ്റ് ഇട്ടിട്ടുള്ളത് കേട്ടോ. എനിക്കത് കണ്ടപ്പോൾ നല്ല സങ്കടം തോന്നി. കാരണം വെച്ചാൽ ഞാൻ മറ്റുള്ള യൂട്യൂബേഴ്സിൻ്റെയൊക്കെ ചാനൽ നോക്കുമ്പോൾ അവർ ഗീവ് അവേ വയ്ക്കുമ്പോഴത്തെ അവരും ഇതേപോലത്തെ പ്രൊസീജിയേഴ്സൊക്കെ തന്നെയാണ് പറയുന്നത്. പക്ഷേ ആ കമൻറ്റ് സെക്ഷനിൽ ഞാൻ നോക്കുമ്പോഴാണ് 1Kയും 2Kയും കമൻറ്റ്സ് ഇടുന്ന ആൾക്കാർ കാണും. അപ്പോൾ ഞാൻ വിചാരിക്കും ശരി, അവർ അത്രത്തോളം ടാലൻറ്റ്, അവരുടെ ടാലൻറ്റ് ആയതുകൊണ്ടായിരിക്കും അവർക്ക് അങ്ങനെ ഇടുന്നത്. അപ്പോൾ ഒരു സന്തോഷമാണല്ലേ ഇങ്ങനെ ഇടുമ്പോൾ ആ കമൻറ്റ് സെക്ഷനിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യാന്ന് വെച്ചാൽ ഒരു സന്തോഷമുള്ള, കാരണം നമ്മൾ അത്രയും സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ എനിക്ക് ഈ 15 കമൻറ്റ് കണ്ടപ്പോൾ ഒരു സങ്കടം തോന്നി കേട്ടോ. എന്നിട്ട് ഞാൻ വിചാരിച്ചു പോട്ടെ, ഇത്രയും പേരെങ്കിലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. അത് കണ്ടപ്പോഴത്തേക്ക് ഒരു സന്തോഷം തോന്നി. അങ്ങനെ ഞാൻ നമ്മുടെ ആ കമൻറ്റ് സെക്ഷനിൽ നിന്ന് ഒരു വിന്നറിനെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പുള്ളിക്കാരുടെ ജിമെയിൽ പേര് വന്നിട്ട് ലക്ഷ്മി എന്നാണ് കേട്ടോ. അപ്പോൾ ലക്ഷ്മിയെ ഞാൻ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട്, മെയിൽ അയക്കുന്നുണ്ട്. അപ്പോൾ അഡ്രസ്സൊക്കെ ഹാൻഡ് ഓവർ ചെയ്തിട്ട് ഞാൻ ഗിഫ്റ്റ് അയച്ചു തരുന്നതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ആ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്ത മറ്റ് എൻ്റെ സബ്സ്ക്രൈബേഴ്സൊന്നും അയ്യോ എനിക്ക് തന്നില്ലല്ലോ എന്നൊരിത് കാണിക്കരുത്. ഇനിയും നമ്മൾ എത്ര തളർന്നാലും ഇനിയും നമ്മൾ മുന്നോട്ട് തന്നെ പോവും. അപ്പോൾ എൻ്റെ വീഡിയോസും ഷോർട്സ് എല്ലാവരും നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ ഇടുന്ന ഷോർട്സും വീഡിയോസും എല്ലാം നിങ്ങൾ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനിയും നമ്മളെ ചാനൽ മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും ഇനിയും ഗീവ് അവേ നടത്തും. ഇനിയും നിങ്ങൾ ചിലപ്പോൾ ഇന്ന് ലക്ഷ്മിക്കാണെങ്കിൽ നാളെ വേറൊരാൾക്കായിരിക്കും നമ്മൾ ഗീവ് അവേ വിന്നേഴ്സായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ കാണാൻ മറക്കരുത് കേട്ടോ. വീഡിയോ ലൈക്ക് ചെയ്യണം, വീണ്ടും ഞാൻ പറയുന്നു ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്